പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. Raja,
ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. പരിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം വളരുന്നതിനെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. എന്റെ സഹോദരി, പുറപ്പാടിന്റെ പുസ്തകമായ 4-ാം അധ്യായം 27 മുതൽ 31 വരെ തിരുവചനം. കർത്താവ് അവരോട് പറഞ്ഞു, നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക. അതനുസരിച്ച് അവർ പോയി ദൈവത്തിന്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചോദിച്ചു. തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ബലമേൽപ്പിച്ച അടയാളങ്ങളും മോശ അവരോട് വിവരിച്ചു പറഞ്ഞു. അനന്തരം മോശയും അഹരോനും ചെന്ന് ഇസ്രായേൽ ശക്തിമാരെയെല്ലാം വിളിച്ചു കൂട്ടി. കർത്താവ് മോശയോട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം അഹരോൻ ജനങ്ങളോട് വിവരിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ജനം വിശ്വസിച്ചു. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നതെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നതെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു. പാതാളത്തിൽ നീ കൈവിട്ടില്ലെന്നെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തക്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ
ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലരെയും നാഥായനേക്കും. എന്റെ സഹോദരി വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ആത്മാവിലുള്ള ജീവിതം. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ കഠിനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിന്റെ പ്രാണാഗ്രഹമനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാക്കുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവൻ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിക്കുക സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതുമായിരിക്കും. യേശുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചവരുടെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്നവന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധ സുവിശേഷം. 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേനൽക്കാലോ ചുരുക്കം,
അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന് നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മനുഷ്യരും സഞ്ചിയും ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന് പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുകയും വേലക്കാരൻ തന്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുകയും അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുകയും ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുകയും നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ നിറങ്ങി വന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തമ്പുരാനെ കൊടുക്കുന്നവരാകുക. ഈശ്വരനെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, യാത്ര പോകാറുണ്ട്. യാത്ര പോകുമ്പോൾ യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കുവാൻ ഓർമ്മിപ്പിക്കണേ, എടുക്കണം എന്നെല്ലാം വ്യക്തമാക്കി പറയാറുണ്ട്. കൊച്ചു ചെറുപ്പത്തിലാണെങ്കിൽ യാത്ര പോകുമ്പോൾ മോനെ പൈസ എടുത്തു, ബാഗിൽ ഇതെല്ലാം എടുത്തു വെച്ചോ. ദൂരയാത്രയ്ക്കാണെങ്കിൽ ഭക്ഷണം വെള്ളച്ചൊക്കെ തന്നു വിടും. കൊന്ത നമസ്കാരത്തിന് പോകുമ്പോഴും ചൂട്ടെടുക്കാൻ മറക്കരുതേ, കാരണം തിരിച്ചു പോരുമ്പോൾ ഇരുട്ടായിരിക്കും. നേർച്ചയിടാൻ പൈസ എടുക്കാൻ മറക്കരുത്. ഇതെല്ലാം ഓർമ്മപ്പെടുത്തും. ഓരോ കാലഘട്ടത്തിലും ഓരോ ഓർമ്മപ്പെടുത്തലുകളായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ടോർച്ചിന്റെ ആവശ്യമില്ല, ചൂട്ടിന്റെ ആവശ്യമില്ല, പൈസയുടെയും ആവശ്യം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. മൊബൈൽ ഉണ്ടായാൽ മതി. മൊബൈൽ എടുക്കാൻ മറന്നുപോയാൽ എല്ലാം പ്രശ്നത്തിലാകും. വിസയും പാസ്പോർട്ടും ടിക്കറ്റും ടോർച്ചും പൈസയും എല്ലാം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. കാലം മാറുകയാണ്. സുവിശേഷത്തിലൂടെ ഈശോ പറയുകയാണ്, നിങ്ങൾ അരപ്പട്ട ധരിക്കരുത്, പൈസ എടുക്കരുത്, വടിയെടുക്കരുത്, ചെരുപ്പ് ധരിക്കരുത്. ആ കാലഘട്ടത്തിലെ ആവശ്യങ്ങളായിരുന്നില്ല. പഴയ കാലങ്ങളിൽ ചിലപ്പോഴെങ്കിലും കാർന്നോമാർ ചെരുപ്പ് കൊണ്ടുപോയിട്ടും തിരിച്ചു പോരുമ്പോൾ ചെരുപ്പെടുക്കാൻ മറന്നു പോകും. കാരണം ചെരുപ്പ് ധരിക്കുക സാധാരണമല്ലായിരുന്നു. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെരുപ്പില്ലാതെ പുറത്തേക്ക് ഇറങ്ങുക അസാധ്യമാണ്, സാധിക്കുകയില്ല, കാൽവരനെടുക്കും. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. കാലഘട്ടത്തിൽ നിന്ന് മാറി വരികയാണ്. വടിയെടുക്കാൻ മറക്കരുത്. കാരണം ശുദ്ധജീവികൾ, പട്ടികളായിരിക്കാം, പാമ്പുകളായിരിക്കാം, അവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് വടി കരുതണം. അരപ്പട്ട, സഞ്ചിയും മറ്റ് പൈസയും മറ്റും കരുതുന്ന അരപ്പട്ട. സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, ഇതൊന്നും എടുക്കരുത് എന്ന്. സാധാരണഗതിയിൽ നമ്മൾ എടുക്കുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ തമ്പുരാൻ പറയുകയാണ്, ഇതൊന്നും എടുക്കരുത് എന്ന്. ഇതൊന്നും എടുക്കാതെ വരുമ്പോഴാണ് തമ്പുരാനിൽ ആശ്രയം വെക്കേണ്ടി വരിക. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് ഒന്നുമില്ല എങ്കിലും
തമ്പുരാൻ ആശ്രയം വെക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം തമ്പുരാൻ തരും, ഞാൻ തരും എന്ന് ഉറപ്പ് നൽകുകയാണ്. ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കരുതലിന്റെ ആവശ്യമില്ല. മറിച്ച് ദൈവം തരുമെന്ന ഉറപ്പോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞാൻ നൽകിക്കൊള്ളാമെന്ന ഉറപ്പ് തമ്പുരാൻ നൽകുകയാണ്. രണ്ടാമതായിട്ട് തമ്പുരാൻ പറയുകയാണ്, ഉത്തരവാദിത്തങ്ങൾ ഓർക്കണമെന്ന്. വ്യക്തമായ ഉത്തരവാദിത്തം അവർക്ക് കൊടുക്കുകയാണ്. അത് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ മറന്നു പോകാത്ത ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുവാനായി നമുക്ക് സാധിക്കും. ആ ഉത്തരവാദിത്തമാണ് തമ്പുരാനെ കൊടുക്കുക എന്ന ഉത്തരവാദിത്തം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ള ഉത്തരവാദിത്തം കൊടുക്കുകയാണ്. സ്നാപയോഹന്നാൻ വന്നു, വഴിയൊരുക്കുവാൻ വേണ്ടിയാണ് സ്നാപയോഹന്നാൻ വരിക. വഴിയൊരുക്കുവാനായി വന്ന സ്നാപയോഹന്നാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായി കൊടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വചനത്തിൽ സ്നാപയോഹന്നാന്റെ ആദ്യ വചനങ്ങൾ, മാനസാന്തരപ്പെടുവിൻ, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നാപയോഹന്നാന്റെ ആദ്യ വചനങ്ങളാണ് മാനസാന്തരപ്പെടുവിൻ, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവന് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം വീണ്ടും മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 4-ാം അധ്യായം 17-ാം വചനത്തിൽ മത്തായിയുടെ സുവിശേഷം, എന്ത് സ്നാപയോഹന്നാൻ പറഞ്ഞുവോ അതേ ഉത്തരവാദിത്തം തന്നെ യേശുവിലൂടെ നിറവേറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോയും തന്റെ പ്രേക്ഷിത ദൗത്യം പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ആദ്യമേ പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വചനത്തിൽ അതേ ഉത്തരവാദിത്തം തന്നെ തന്റെ ശിഷ്യന്മാർക്കും ഈശോ കൊടുക്കുകയാണ്. നിങ്ങൾ പോകുവിൻ, അവരോട് പറയുവിൻ, മാനസാന്തരപ്പെടുവിൻ, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന്. മറ്റൊരു വാക്കിൽ പറഞ്ഞ സുവിശേഷത്തിൽ ചൈതന്യം എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തെ കൊടുക്കുക എന്ന ചൈതന്യമാണ്. ആ ദൈവത്തെ കൊടുക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. ആ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരോട് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, പ്രാർത്ഥിക്കുകയായിരുന്നു. എന്ത് ഉത്തരവാദിത്തമാണോ നിങ്ങൾ നിശ്ചിതമായിരിക്കുന്നത് ആ ഉത്തരവാദിത്തം നിറവേറ്റുവാനായിട്ട്, ആ ഉത്തരവാദിത്തം നിറവേറ്റപ്പെടുവാനായിട്ട് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കണമെന്നും അവരുടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിളമതികോ വേലക്കാരോ ചുരുക്കം, വിളവിരനാഥനോട് പ്രാർത്ഥിക്കുകയും. സ്നേഹമുള്ളവരെ, സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തമ്പുരാനിൽ ആശ്രയം വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തമ്പുരാനിൽ ആശ്രയം വെച്ച് ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. തമ്പുരാനെ കൊടുത്ത് അനുഗ്രഹീതരാകണം. തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ കൂടെ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ ഉദാഹരണത്തിലാണ് ഞങ്ങളെ അന്ധകാരത്തിലും പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പരിഹാസകടയമായിരിക്കുന്ന പുരുഷനെ ഉദാഹരണം വഴി മഹത്വത്തിന്റെ ചിഹ്നമായ കർത്താവേ, ഞങ്ങളെ ശരീരത്തെ ദുരാശയോടുകൂടി കുരിശിൽ ആത്മസമർപ്പണത്തിൽ എത്തിച്ചവരെ കണ്ടെത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രോഗത്താൽ പറയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങനെ മഹത്വപൂർണമായ ഉദ്വാനത്തെയും ഔരണീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാൻ ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരിച്ചറിയൽ യോഗ്യതയോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങൾ സഭയുടെ പിതാവ് നല്ലവരുമായ മേധാവി ബിഷപ്പ്മാർ റാഫേൽമാരുടെയും ഞങ്ങൾ അധികൃത അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോമാരെയും മറ്റെല്ലാ മുദ്രാന്മാരെയും ആത്മീയ നിർമ്മാണം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവൻ ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വാസൂദത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ ഈ അപകടവും നിന്നോടും കാഴ്ചയോടുമൊപ്പം നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉത്തരവാദിത്തം നിറവേറ്റി സമാധാനത്തിലേക്ക് വളരുവാൻ ആവശ്യമായ കൃപ അവർക്ക് ചെയ്യാം. അങ്ങയുടെ രാജ്യമായ ബുദ്ധി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സംസ്കാരത്തിനെയും മാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും വെനീതി ഓർത്തിടാം. നമ്മുടെ കൂടെ ബലവാനായ കർത്താവിൻ അന്ത്യവും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സൃഷ്ടിമനുഷ്യമായ സ്വരത്തിലെ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഉദയം സർവ്വസൃഷ്ടികളായ യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിന്റെ സ്വരം എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകദൈവമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യദൈവവും പിതാവിനോട് ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവയിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ മുഖത്ത് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിലേക്ക് വരികയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗ്ഗത്തിലെ നാഥനായ ദൈവം ലോകവിശ്വങ്ങളെക്കുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
സമർത്ഥമായ കൃപ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിധാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സുഖത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി സിദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങയെ
ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങേ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ തിരുനാമത്തിൽ സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയെ അമലമായ ശരീരത്തെ നമുക്കെല്ലാവർക്കും സമീപിക്കാം. ആദാവും ആരക്ഷരത്തോടെ അവരെ നൽകിയതിനോടും പാണൂർച്ച് കസാച്ചോടും സ്വരദ്വേഷിച്ചോടും നമുക്ക് സാധനയുടെ കൃപയും മോചനയിലേക്ക് യാചിക്കുകയും ചെയ്യാം. കർത്താവേ
നിത്യജീവൻ കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. ചോദ്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിന് ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ഇത് പാപികളെ രക്ഷിക്കുന്ന പരിശുദ്ധ ബലിയാകുന്നു. സ്വർഗീയ ഭക്ഷണവും ഉന്നതത്തിൽ നമുക്ക് വേണ്ടി ഒഴുകി വന്ന പാനീയവുമാകുന്നു. ദൈവപുത്രൻ തന്റെ കരുണയാൽ നമുക്ക് വേണ്ടി വിഭജിച്ചു തരുന്ന തന്റെ ശരീരമാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവേ, ശോഭിസിഹായുടെ കൃപാവരം അവരുടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. വിശുദ്ധായ ശരീരത്തെ തോന്നാൻ ജീവനം
അറിയിപ്പുകൾ. കഴിഞ്ഞ ആഴ്ചയിലെ സ്തോത്ര കാഴ്ച 5199 രൂപ, ഹിന്ദി കുർബാന 2513 രൂപ, സെന്റ് ആന്റണീസ് മദർ തെരേസ സെയിന്റ് തോമസ് കുടുംബങ്ങളുടെ കാഴ്ച സമർപ്പണം 1130 രൂപ. സെന്റ് ജോസഫ് കുടുംബ വാർഷികം 30-ാം തീയതി ചൊവ്വാഴ്ച 6:15 കുർബാനയോടുകൂടി ശ്രീ ജോൺ പി മാണിയുടെ വസതിയിൽ നടക്കുന്നതാണ്. മെയ് 1 ബുധനാഴ്ച വൈകിട്ട് 5:30 ഷാജ ജോൺ പുതുശ്ശേരിയുടെ വസതിയിൽ വെച്ച് പരിശുദ്ധ കുർബാനയോടുകൂടി സെയിന്റ് അൽഫോൻസ യൂണിറ്റിന്റെ വാർഷികം നടക്കുന്നതാണ്. ഈ ബുധനാഴ്ച രാവിലെ ആയിരിക്കും വിശുദ്ധ കുർബാന. ഈ കുർബാനയ്ക്ക് ശേഷം മാതൃസംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് സെയിന്റ് അൽഫോൻസ യൂണിറ്റ് വർക്കി ജോയ് പാത്തിക്കുളങ്ങരുടെ ഭവനത്തിൽ വെച്ച് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് കാര്യമില്ല മേരി ജോർജ് അമ്പാട്ടിന്റെ വസതിയിൽ വെച്ച് 5 മണിക്ക് സമ്മേളിക്കുന്നതാണ്. കഴിഞ്ഞ 1 വർഷക്കാലം കുടുംബ യൂണിറ്റ് വൈസ് ചെയർമാനായി സേവനം ചെയ്ത ശ്രീ മനോജ് ജോസഫിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. വിദേശത്തേക്ക് ജോലി ആവശ്യത്തിന് പോയതിനാലാണ് മനോജ് താൻ സ്ഥാനം ഒഴിഞ്ഞത്. പകരം പുതിയ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ ഷാജി ജോൺ പുതുശ്ശേരിക്ക് പ്രാർത്ഥനാ മംഗളങ്ങൾ ആശംസിക്കുന്നു. അടുത്ത ഞായറാഴ്ച നമ്മുടെ ഇടവകയിലെ കുട്ടികളുടെ പ്രഥമ ദിവികാരണ സ്വീകരണവും സ്റ്റൈൽ ലേഖനവുമാണ്. രാവിലെ 8:30 കുർബാനയോടനുബന്ധിച്ച് അന്ന് ആദ്യ കുർബാന രാവിലെ 6:30, രണ്ടാമത്തെ കുർബാന 8:30 ആയിരിക്കും. മറ്റൊരു കുർബാന ഹിന്ദി കുർബാനയല്ലാതെ ഉണ്ടായിരിക്കുകയില്ല. ഹിന്ദി കുർബാന അതുപോലെ 11 മണിക്കായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമീപിച്ച് ഇവയിൽ മംഗളായി ഉപരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും വേണ്ടി ദാതാവായ ദൈവത്തിന്റെ സ്തുതികളെ സമർപ്പിക്കാം. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മിശിഹായി സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെടലാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. Amen.
എന്നേ